സാഹിത്യവേദിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി CC സുരേഷ്, അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സുരേഷ്, ഡൽഹിയിൽ ഒരു പെൺകുട്ടി വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ 1948 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടനയിലുള്ള നിയമങ്ങൾ അപര്യാപ്തമാണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ എന്നുള്ള വാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരെ ശണ്ഡീകരിക്കണം, വധശിക്ഷ നടപ്പാക്കണം. വധശിക്ഷയുടെ നിയമം ഇപ്പോൾ തന്നെ വധശിക്ഷ പല കേസുകളും നടക്കുന്നുണ്ട്. അങ്ങനെ പുതിയ ശിക്ഷാരീതികൾ കൂടി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ഈ പുതിയ വാദങ്ങളോട് പ്രതികരിക്കുന്നത്? ഈ ഡൽഹിയിൽ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും അതിമൃഗീയവും പൈശാചികവുമായിട്ടുള്ള ഒരു കൃത്യം തന്നെയാണ് എന്നുള്ളതിൽ സംശയമൊന്നും. പക്ഷേ അതിനുവേണ്ടി നിലവിലുള്ള വധശിക്ഷ നിലനിൽക്കെ ഷണ്ഡീകരണം തുടങ്ങിയിട്ടുള്ള പുതിയ നിയമനിർമ്മാണത്തിനോട് അത് ശരിക്കും പറഞ്ഞാൽ ഈ വധശിക്ഷയുടെ ഒരു ലഘൂകരണ സമ്പ്രദായമാണ്. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു പീഡനം എന്ന് പറയുമ്പോൾ തന്നെ അതിന് നിർവചനം യഥാർത്ഥത്തിൽ നമ്മൾ ഷണ്ഡീകരിക്കപ്പെടുന്ന ആ ഒരു അവയവം അതൊരു സ്ത്രീ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമല്ല പീഡനമാകുന്നത്. അല്ലാതെയും കൈകൊണ്ടും നാവുകൊണ്ടും മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും പല രീതിയിലും സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഷണ്ഡീകരണ സമ്പ്രദായം നിലവിൽ വന്നാൽ അദ്ദേഹത്തിന് പിന്നീട് ഷണ്ഡീകരിച്ചതിന് ശേഷം മുഴുവൻ സ്ത്രീകളോടും ഒരു തരത്തിലുള്ള പ്രത്യേക വൈരാഗ്യബുദ്ധി. ശരിക്കും പറഞ്ഞാൽ ഷണ്ഡീകരണത്തിലൂടെ ഒരു വ്യക്തിയെ സാമൂഹിക വിരുദ്ധനാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആൻറ്റി സോഷ്യൽ എനിമലാക്കിയിട്ട് ഈ ഒരു വ്യക്തിയെ മാറ്റുന്ന സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് ഷണ്ഡീകരണം എന്നുള്ളൊരു നിയമം കൊണ്ടുവരുന്നതോ ഷണ്ഡീകരണം എന്നൊരു സമ്പ്രദായത്തെ നമ്മൾ സ്വാംശീകരിക്കുന്നതും ഈ പീഡന ഇതിനെതിരെയുള്ള ഒരു നിയമനിർമ്മാണത്തിൽ ഉത്തമമാണെന്ന് തോന്നുന്നില്ല. അത് ലഘൂകരിക്കലാണ് യഥാർത്ഥത്തിൽ. വധശിക്ഷയിൽ കുറഞ്ഞിട്ടുള്ള ഒന്നും ഈ പീഡനത്തിന് ഉള്ള ഒരു നിയമമായിട്ട് നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം. പഴയ കാലഘട്ടത്തിൽ സന്ധ്യയായി വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ സ്ത്രീകൾ വീട്ടിൽ കയറണം എന്ന് പറയുന്ന ഒരു സ്ഥിതിയൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. ആ രീതിയിലൊക്കെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സ്ത്രീകൾ പല വീടുകളിലും വരുമാനം സമ്പാദിച്ചു കൊണ്ടുവരുന്ന കുടുംബത്തെ പോറ്റുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ ഇതുപോലെ ഇത്ര ക്രൂരമായുള്ള പീഡനങ്ങൾക്ക് സ്ത്രീകൾ വിധേയമാകുമ്പോൾ സ്ത്രീ സമൂഹം പൊതുവിൽ അരക്ഷിതമാകും. പുറത്തിറങ്ങാൻ സ്ത്രീകൾ മടിക്കുന്നു. സ്ത്രീകൾ പെൺമക്കളെ പുറത്തേക്ക് വിടാൻ മടിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടങ്ങൾക്ക് ആ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായി ആ പ്രതിഷേധത്തിനെ മറികടക്കാൻ ഇത്തരം നിയമ സംവിധാനങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നൊരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനൊരു സാഹചര്യത്തിൽ വളരെയധികം ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ചർച്ചകൾ നടക്കുന്ന, വളരെ മനുഷ്യാവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം നിയമത്തെക്കുറിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാക്കൾ സോണിയാഗാന്ധി വരെ ആ ഒരു നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു എതിർപ്പും ഒരു ചെറുവില അനക്കം പോലും ഈ സംവിധാനത്തിനെതിരെ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അല്ല, നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇതിനു മുൻപ് പാസ്സാക്കപ്പെട്ടിട്ടുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം എന്താണെന്നുണ്ടെങ്കിൽ അത് തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ്. ആ നിയമം ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എന്ന് നമ്മൾക്ക് മുന്നറിവ് ഉണ്ടായിരുന്നെങ്കിൽ അത് വി ഹാവ് ടു ഇൻഫോം ടു ദി പോലീസ്. നമ്മളത് പറയാതിരുന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളും കൂടി അതിൽ ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുള്ളതാണ്. അങ്ങനൊരു നിയമം നിലവിലുണ്ട്. പക്ഷെ ആരും അത് പാലിക്കപ്പെടുന്നില്ല. അതിനപ്പുറത്ത് ആ നിയമത്തിനെ വേറൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റകൃത്യം നടന്നതിന് ശേഷം ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സണ് കുറ്റകൃത്യം നടന്നു അത് ഇന്ന ആളാണ് ആ കുറ്റകൃത്യം ചെയ്തത് എന്ന് അറിഞ്ഞ വിവരം അദ്ദേഹം അതിനെ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കാതിരുന്നാൽ അദ്ദേഹവും കൂടി ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്നുള്ളൊരവസ്ഥയിൽ ആ നിയമത്തെ വീണ്ടും ഒന്ന് പുനർവിചിന്തനം ചെയ്തിട്ട് നമ്മളുടെ സഭകൾ പാസ്സാക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം അങ്ങനെ വന്നാൽ ഇപ്പോൾ പോലീസിനോ വക്കീലന്മാർക്കോ ഈ ചെറിയ ലൂപ്ഹോളിലൂടെ കുറ്റകൃത്യങ്ങൾക്ക് മേലെ ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരു വക്കീല് ഒരു കേസ് വാദിച്ചിട്ട് ആ വ്യക്തി കുറ്റകൃത്യം ചെയ്തതായി തെളിഞ്ഞിട്ട് അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ, വധശിക്ഷ എന്ത് ശിക്ഷയായി കഴിഞ്ഞാലും അദ്ദേഹം കുറ്റകൃത്യം തെളിഞ്ഞു എന്നറിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് വരുന്നതിന് വളരെയധികം മുൻപ് തന്നെ ഈ വക്കീൽ അതറിഞ്ഞിട്ടുണ്ട്.
ഈ വക്കീലത് അറിഞ്ഞത് വക്കീൽ പോലീസിനോട് പറയാതിരിക്കുമ്പോൾ വക്കീലും കൂടി അതിലെ കുറ്റക്കാരനായി മാറുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നിയമ വിദഗ്ധർ നിയമത്തെക്കുറിച്ച് പഠിച്ച് അതിന് അങ്ങനെയുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ ഭരണഘടനാ സംവിധാനത്തിലോ അല്ലെങ്കിൽ നിയമനിർമ്മാണ വ്യവസ്ഥയിലോ ഉണ്ടാകേണ്ടതാണ്. സ്ത്രീപീഡനവും ഭീകരപ്രവർത്തനവും തമ്മിൽ വളരെയധികം വ്യത്യാസമാണ്. സ്ത്രീപീഡനത്തിനെതിരെ ഉള്ള നിയമങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദാത്തത അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മനുഷ്യന് നൽകുന്ന അവകാശങ്ങൾ, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിലേറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നമ്മൾ ഒരുപക്ഷെ താലിബാനിസത്തിനൊക്കെ ഏറ്റവും അധികം എതിർക്കുന്നത് കൈ വെട്ടുന്നു, കാല് വെട്ടുന്നു, തല വെട്ടുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ തന്നെയുള്ളൊരു നിയമമാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ച ഷണ്ഡീകരണം പോലുള്ള വിഷയങ്ങൾ. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പണ്ടൊരു നായ ഡോക്ടർ, വെറ്റിനറി ഡോക്ടർ, നാടൻ നായ്ക്കൾ നാട്ടിൽ പെരുകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നാട്ടിലുള്ള നായകളെ കൊന്നൊടുക്കാൻ കഴിയാത്തവയെ ഷണ്ഡീകരിക്കാനും ശ്രമിച്ചപ്പോൾ അതിനെതിരെ വരെ പ്രതിരോധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു പ്രതിരോധത്തിന് തീർച്ചയായും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ വധശിക്ഷ തന്നെയാണ് വേണ്ടതെന്നുള്ളൊരു യാതൊരു തർക്കമില്ല. പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെ ഉദാത്തതകളിൽ നിന്ന് ചെറിയ ചെറിയ വൈകാരിക സംഭവങ്ങൾക്ക് പ്രേരണയാവുന്ന കാര്യങ്ങൾ വളരെ ഉയർന്ന സംഭവങ്ങളായിരിക്കും. പക്ഷെ വൈകാരിക പ്രകടനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, വൈകാരിക പ്രകടനമല്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷണ്ഡീകരണം എന്ന് പറയുമ്പോൾ അത് എന്ത് പറഞ്ഞാൽ ഏറ്റവും പ്രാകൃതമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. അതായത് ആ ഒരു അവയവം ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ഈ ഒരു കൃത്യം ചെയ്യുന്നത്, അതുകൊണ്ട് അവൻ്റെ ആ അവയവം തന്നെ നിശ്ചലമാക്കണം എന്ന് പറയുമ്പോൾ. പക്ഷെ അതിനൊക്കെ വേറെ പല മാനങ്ങളുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഒരാളെ ഷണ്ഡീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എയ്ഡ്സ് രോഗി, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്, ഫോക്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു എയ്ഡ്സ് വന്നിട്ട് ആ രോഗം കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അതേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റി സോഷ്യൽ ആവുകയാണ്. അപ്പോൾ ഒരു എതിരാളി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളി അറിയാതെ തന്നെ ഈ എയ്ഡ്സ് മുഴുവനായിട്ടും പകർത്തുന്ന രീതിയിലുള്ള ഫ്രീ ആയിട്ടുള്ള അങ്ങോട്ട് ചെന്നിട്ടുള്ള ആക്രമണങ്ങളും സെക്സും ഉണ്ടാക്കുക, സിറിഞ്ചിലൂടെയൊക്കെ ഈ എയ്ഡ്സ് എങ്ങനെയെങ്കിലും പരത്തുക. അപ്പോൾ അദ്ദേഹത്തിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആൻറ്റി സോഷ്യലായിട്ട് ഇതിനങ്ങനെ പകർത്താനായിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഒരു ചിന്താഗതി ഉണ്ടാവും. അങ്ങനെ പല ഈ പാശ്ചാത്യ നാടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഒരു തെറ്റ് ഇയാൾ ചെയ്തു, തെറ്റിനെ ഞാൻ കുറച്ച് കാണുകയല്ല ചെയ്യണത്. തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു തെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ടാകരുത്. ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു സംഗതിയാണ് പീഡനം. ഈ പീഡനം ഇപ്പോൾ ഡൽഹിയിൽ നടന്ന പീഡനത്തിനേക്കാളും വളരെ വലിയ വലിയ പീഡനങ്ങൾ അതിന് മുൻപ് തന്നെ ഇപ്പോൾ നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള സൂര്യനെല്ലി പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡൽഹിയിൽ നടന്നുള്ള പീഡനം അത്ര വലിയൊരു പീഡനമല്ല. ഇപ്പോൾ സൗമ്യ ഇതുണ്ടായിട്ടുണ്ട്, ഇവിടെ ഇതുണ്ടായിട്ടുണ്ട്. അതിലും നമ്മൾ എന്താ പറയുക, അതൊക്കെ ഒരു സൈക്കോളജിക് മോഡലിൽ കൊലക്കേസിൽ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ ലഭിച്ചു. വധശിക്ഷ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി ഹാജരാവാൻ വളരെ പ്രഗത്ഭരായ അഭിഭാഷകർക്ക് ഹാജരായി. സൗമികയുടെ സ്വഭാവത്തെ രീതിയിൽ നടത്തുന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെ കോടതിയുണ്ടായി. യുവജന സംഘടനകൾ, സ്ത്രീ സംഘടനകളൊക്കെ വളരെ ശക്തിയിൽ പ്രതിഷേധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദസ്വാമി വളരെ നാളുകൾക്ക് ശേഷം ഹൈക്കോടതിയിൽ അതിന്റെ വാദം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അദ്ദേഹം ജയിലിൽ ബിരിയാണി തിന്നാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്. അപ്പൊ ആ ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു ജാഗ്രത ആ വധശിക്ഷ മേടിച്ച് ഒരു ജില്ലാ കോടതിയിൽ നിന്ന് ഒരു വധശിക്ഷ മേടിച്ച് കൊടുക്കുന്നത് വരെ മാത്രം ഒതുങ്ങി വന്നു. അദ്ദേഹം ഇന്ന് നിയമത്തിന്റെ സംരക്ഷണയിൽ സർക്കാരിന്റെ അതിഥിയായി ജയിലിൽ കഴിയുന്നു. ജയിലിൽ കഴിയുമ്പോൾ അത് ഊർജിതമാക്കണം എന്നാവശ്യപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിന് അല്ലെങ്കിൽ ശ്രമത്തിൽ മുന്നോട്ട് വരുന്നത്. അതിലെന്താണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ കുറച്ചൊരു പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. കാരണം നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ഭരണ സംവിധാനവും അതല്ലെങ്കിൽ ഈ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയം, ഈ വക ആളുകളുടെയൊക്കെ ഈ ഒരു നിഷ്ക്രിയാവസ്ഥേനെയും നിർജീവാവസ്ഥേനെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സമരമുറ രാഷ്ട്രീയക്കാരുടെ ഒരു കുടക്കീഴിലല്ലാതെ തന്നെ വിദ്യാർത്ഥി സമൂഹം മുഴുവനും ഡൽഹിയിലും ജന്തർ മന്ദറിലും ഒക്കെ ഒത്തുകൂടുകയും അങ്ങനെ വലിയൊരു രാഷ്ട്രീയക്കാരും ഉണ്ട്. രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകർ തന്നെയാണ്. പൊതുപ്രവർത്തകർ തന്നെ ആകുമ്പോൾ അവരും ഈ സമരത്തിൽ പങ്കാളികളാകുക. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നാവ് മുളയ്ക്കുന്ന, എല്ലാവർക്കും കൈകൾ മുളയ്ക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും എഞ്ചിൻ്റെ പുറകിൽ കെട്ടേണ്ടുന്ന ബോഗികളല്ല. നമ്മൾ ജനങ്ങൾക്ക് അധികാരമുള്ളവരാണ്, നമ്മൾ തന്നെയാണ് ഇതൊക്കെ പ്രതികരിക്കേണ്ടുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നാവും കൈകളും പുതുതായി മുളയ്ക്കുന്നു എന്നുള്ളതൊരു ആശാവഹമായ സംഗതി തന്നെയാണ്. അത്രയും പ്രകടമായിട്ടുള്ളൊരു സമരം ശരിക്കും ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ഈ തലസ്ഥാനത്ത് ഈ എത്രയും പെട്ടെന്ന് ഈ ഒരു ശ്രദ്ധ ക്ഷണിക്കലും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സംഭവത്തിലേക്ക് നേരിട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള അന്തർനാടകങ്ങൾ പലതും നമ്മൾ വായിച്ചറിയുന്നത് ഡോക്ടർമാരുടെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ മരിച്ച കുട്ടിയെ സിംഗപ്പൂർക്ക് കൊണ്ടുപോയത്. വേണ്ട രീതിയിലുള്ള ചികിത്സ അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും അവിടെ ഒരു ചികിത്സ ഇതിന് ഡോക്ടർമാരുടെയൊക്കെ അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണിച്ചാൽ അങ്ങനെയെങ്കിലും ഒരു പ്രതികരണ ശേഷി ഇപ്പോഴത്തെ യുവജനങ്ങൾക്കും വിദ്യാർത്ഥി സമൂഹത്തിനൊക്കെ ഉണ്ടായി കാണുന്നത് ആശാവഹമായിട്ടുള്ള ഒരു പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിൻ്റെ മുഖമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവത്തിന് ശേഷം പ്രത്യേകമായിട്ട് പ്രതികരിക്കാൻ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വിമുഖത കാട്ടിയിരുന്നു. വിവാദങ്ങളിൽ ചെന്ന് ഉൾപ്പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. അതിനുശേഷം പ്രണബ് മുഖർജിയുടെ മകൻ ഈ അടുത്ത കാലത്ത് പ്രണബ് മുഖർജി രാജിവെച്ചതിന് ശേഷം ബംഗാളിൽ നിന്ന് പേര് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അദ്ദേഹം അത് അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകളുടെ ഒരു പ്രകടനം മാത്രമാണ്, അതിനുശേഷം ക്ലബ്ബുകളിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു സമരമാണെന്ന് അഭിപ്രായപ്പെടുന്നത്. അതിനൊരു ശക്തമായ വിമർശനം സ്ത്രീ സംഘടനകൾ പൊതുസമൂഹമൊക്കെ ഉയർത്തുന്നുണ്ട്. ഇന്ന് ശ്രീ മോഹൻ ഭഗവത്, അദ്ദേഹം RSSൻ്റെ മേധാവി, അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് നടത്തിയ പ്രതികരണം ഭാരതത്തിൽ ഇത്തരം പീഡനങ്ങൾ നടക്കുന്നില്ല, ഇന്ത്യയിൽ പീഡനങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഭാരതം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭാരതത്തിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളെയാണ്, നഗരവൽകൃത മേഖലകൾ. അദ്ദേഹം ഇന്ത്യയെ കാണുന്നു. നഗരവൽകൃത മേഖലകളിലെ ജീവിത രീതികളുടെ വ്യത്യാസം അങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിനെ പോലും എതിർത്തുകൊണ്ടുള്ള അഭിപ്രായങ്ങളൊന്ന് പുറത്തു വരികയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രതികരണത്തെ എങ്ങനെയാണ് ഒരു സംഘപരിവാർ സഹയാത്രികൻ എന്ന നിലയിൽ വിലയിരുത്തുന്നത്? അത് മോഹൻ ഭാഗവത് സർസംഘചാലക് പറഞ്ഞിട്ടുള്ള അഭിപ്രായം, ഭാരതത്തിൽ പീഡനം നടക്കുന്നില്ല എന്നുള്ളതായിരിക്കില്ല. ഭാരതത്തിൽ പീഡനം നടക്കുകയില്ല, ഇന്ത്യയിൽ പീഡനം നടക്കും. അതായത് ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ആ ഒരു അധിനിവേശം അത് നമ്മളുടെ അടുക്കളയിലേക്കും കിടപ്പുമുറിയിലേക്കും നമ്മളുടെ ഡ്രസ്സിംഗ് ടേബിളിലേക്കും ഒക്കെ എത്തി നിൽക്കുന്നുണ്ട്. അത് ഈ മെട്രോ സിറ്റികളിലൊക്കെ പ്രത്യേകിച്ചും അടുക്കളയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ മാക്ഡൊണാൾഡ് സംസ്കാരം അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. മാളുകളിൽ പോകുക, ഇങ്ങനെ ചെയ്യുക. പിന്നെ ഞാൻ വളരെ പേഴ്സണലായിട്ട് കണ്ടിട്ടുള്ളത്, ഞാൻ ഡൽഹിയിൽ യാത്രയിൽ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പിൾസ് എന്ന് നമുക്ക് പറയാം, ന്യൂലി മാരീഡാണ്, അതല്ലെങ്കിൽ അവർ ജോഡികളായിരിക്കും, ലവ് ആയിരിക്കും. ഇവരൊക്കെ ആ മെട്രോ ട്രെയിനിലൊരു ഹാൻഡിലിൽ വെച്ചിട്ട് പ്രത്യക്ഷത്തിൽ ആലിംഗനം ചെയ്യുന്നില്ല എന്നുള്ളൂ. അവരുടെ ഉന്തി നിൽക്കുന്ന പല ഭാഗങ്ങളും പരസ്പരം സ്പർശിച്ചുകൊണ്ട് തന്നെയുള്ള പല പ്രകടനങ്ങളും ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു അർത്ഥത്തിൽ സാംസ്കാരിക അപഭ്രംശത്തിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരിക അധപതനത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മളൊക്കെ വിളക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ പണ്ടത്തെ രീതിയിൽ അടുക്കളയിൽ ഇരിക്കണമെന്നോ അകത്തളങ്ങളിൽ ഇരിക്കണമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾക്ക് പ്രണബ് മുഖർജിയുടെ മകൻ പറഞ്ഞത് ഇത്തരം ആളുകൾക്ക് അത്തരം പഠനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ സമരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ സമരം ചെയ്യുന്നത് എപ്പോഴും അടിസ്ഥാന വർഗ്ഗങ്ങൾ മാത്രം അല്ലെങ്കിൽ അടിസ്ഥാന രീതിയിലുള്ള അധകൃതരോ ദളിതർക്കോ മാത്രമുള്ളതല്ല. ഇവരും കൂടെ ഈ ഉന്നത മേഖലയിൽ ജീവിക്കുന്ന ക്ലബ്ബുകളിൽ പരിലസിക്കുന്ന ആളുകൾ കൂടി സമരത്തിലേക്ക് വരുന്നു എന്നുള്ളത് നല്ല ഒരു പോസിറ്റീവ് സ്പിരിറ്റിലാണ് എടുക്കേണ്ടത്. ശരിക്കും അവരും കൂടെ സമരത്തിലേക്ക് വരുന്നു, അവരും കൂടി ഈ വക കാര്യങ്ങളിൽ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ അവഹേളിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്കും പ്രതികരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്, അവർക്ക് പ്രതികരിക്കാനായിട്ടുള്ള ചിന്ത വരുന്നു എന്നുള്ളത് തന്നെ വളരെ നല്ലൊരു പോസിറ്റീവ് സൈനായിട്ടാണ് കാണുന്നത്. ഞാൻ മോഹൻ ഭാഗവത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ മാനറിസം യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടെടുക്കേണ്ടുന്നതാണ്. നമ്മൾ ഈ ഭാരതത്തിൽ ജീവിക്കണ സമയത്ത് ഭാരതത്തിൻ്റേതായിട്ടുള്ള ഇപ്പോൾ 12 മണിക്ക് അവർ തിരിച്ചു വന്നു പോയി, അവരെന്തിന് സിനിമയ്ക്ക് പോയി അല്ലെങ്കിൽ എന്തിന് ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോയി, അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമല്ലാത്ത കാര്യങ്ങളാണ്. അതല്ലാതെയും ഇപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും ഒരു അസുഖം സംഭവിച്ചിട്ട് ആസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വാഹന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് 12 മണിക്കോ 11 മണിക്കോ ഡൽഹി റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും, പല വാഹനങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. പക്ഷേ യഥാർത്ഥത്തിൽ തോന്നേണ്ടുന്നത് നമ്മളുടെ ഒരു സാംസ്കാരിക
പൈതൃകത്തിൻ്റെ ആ ഒരു ഔന്നത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീയെ അമ്മയോ സഹോദരിയോ ആക്കി കാണാനായിട്ടുള്ളൊരു മാനസിക വളർച്ച ഓരോ ഇന്ത്യൻ പൗരനും അല്ലെങ്കിൽ ഒരു ഭാരതത്തിലെ പൗരനും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പീഡനങ്ങൾക്ക് അവസാനം ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ അച്ഛൻ്റെ കൂടെ മകളെ പകൽ പോലും ഒരുമിച്ച് വിടാനായിട്ട് ഭയക്കുന്ന പല അമ്മമാരും ജീവിക്കുന്ന ഒരു പ്രദേശമായിട്ട് വരെ നമ്മളുടെ ഒരു നാട് വന്നിട്ടുണ്ട്. ഒരു വർഷത്തെ ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങളൊക്കെ ചെറിയൊരു പത്രത്തിന്റെ ലോക്കൽ പേജിലോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ചാനലിൽ പേര് വെളിപ്പെടുത്താണ്ടോ ഉണ്ടാകേണ്ട പീഡനങ്ങളെ പോലും ദേശീയ വാർത്തകളും സംസ്ഥാന വാർത്തകളാക്കി മാറ്റി. ഇപ്പം ഇന്ന് പത്രത്തിൽ വളരെ പ്രശസ്തനായ ഒരു ആൾ അഭിപ്രായപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു കൊച്ചുകുട്ടി, പത്രം വായിക്കുന്ന ഒരു കൊച്ചുകുട്ടി, പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പക്ഷേ സ്വന്തം അച്ഛനോടൊപ്പം അല്ലെങ്കിൽ ഒരു ബന്ധുവിനോടൊപ്പം അങ്ങനെ വീട്ടിലിരിക്കുന്നു. തീർച്ചയായിട്ടും സമൂഹത്തിൽ പരസ്പരമുള്ള വിശ്വാസത്തിനെ തകർക്കുന്ന രീതിയിൽ മാധ്യമ ധർമ്മം നിർവഹിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ഒരു മാധ്യമം ഈ ഒരു പ്രചരണത്തിന് വളരെയധികം ഇത് കൊടുക്കുമ്പോൾ, പ്രചാരണം കൊടുക്കുമ്പോൾ മറ്റൊരു മാധ്യമം അത് നോക്കിയെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പിന്നിൽ പോയി പീഡകരുടെ ആളുകളെന്ന് പറയും ഈ മാധ്യമം. അതിൽ ഒരു സംഭവം വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ മറ്റേ കാസർഗോഡ് ഉണ്ടായ സംഭവം ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുന്നൊരു സാഹചര്യം. ഒരു പക്ഷേ ഇത്ര രീതിയിലുള്ള പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമൂഹത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു സമൂഹത്തിൻ്റെ മൊത്തം സാമൂഹ്യ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്ന് തോന്നാറുണ്ട്. ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു പറഞ്ഞാൽ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതല്ലേ, ഇതുമെല്ലാം പൊതുവെയുള്ള നമ്മളുടെ എല്ലാ ബിസിനസ്സും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആ ഒരു ഫ്രേസ് തന്നെ പാശ്ചാത്യമാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആരാണ്, അതായത് എപ്പോഴും കോമ്പറ്റീഷൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ വളരെ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ബിസിനസ് തന്ത്രമായിട്ട് അയാൾ ഇത് ചെയ്യുമ്പോൾ ഞാനിത് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പീഡന വാർത്തകളുടെ ഒരു കൂമ്പാരം ഇപ്പുറത്ത് ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുന്നെങ്കിലും ഇവിടുന്ന് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ മറ്റ് മുഖ്യധാരാ പത്രങ്ങളും അതിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്, ഈ പീഡന വാർത്തകളുടെ പിന്നാലെ. പിന്നെ മലയാളിയുടെ ചെറിയ ചെറിയ കുസൃതികളാണ് ഇതെല്ലാം. കാരണം കുളിമുറി സാഹിത്യം എന്നൊരു സാഹിത്യ വിഭാഗം തന്നെ തുടങ്ങേണ്ടതാണെന്നുള്ളൊരു സമയം. കാരണം നമ്മളുടെ ട്രെയിനിലും നമ്മളുടെ ഈ പറഞ്ഞ എന്താ പറയുക ബസ് സ്റ്റാൻഡുകളിലെ കക്കൂസിലും കുളിമുറിയിലൊക്കെ എഴുതിയിട്ടിരിക്കുന്നതും ചിത്രങ്ങളും എഴുതിയിട്ടിരിക്കുന്ന സാഹിത്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു കുളിമുറി സാഹിത്യം വായിക്കുന്നതും അതൊരു എത്തിനോട്ടത്തിൻ്റെയും പ്രത്യേകത മലയാളിക്ക് ഉണ്ട്. അത് മലയാളിക്കേ ഉള്ളൂ താനും. മറ്റുള്ളവർ ചെയ്യുന്നത് വളരെ ബ്രൂട്ടലിസം അങ്ങനെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും മലയാളിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുശുമ്പുകൾ കൂടുതലാണ്, പ്രത്യേകിച്ചും ഈ ലൈംഗിക അല്ലെങ്കിൽ ഈ വക പീഡന കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ട് മലയാളിക്ക് ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, ആ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖത്തിനെയാണ് ഈ മാധ്യമങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അവർക്കിപ്പോൾ ആരുടെ ആയാലും അവർക്ക് വേണ്ടുന്നത് അവർക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് വേണം. അത് ഈ വാർത്ത വായിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പാടില്ല എനിക്കറിയില്ല, എന്നിരുന്നാലും ഒരു 90% ആളുകളും വ്യാകുലപ്പെടുന്നതിന് പകരം അവർ മനസ്സുകൊണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 50% രതിമൂർച്ച അനുഭവിക്കുന്ന ഒരു പ്രകൃതം നമ്മളുടെ ഈ വായനക്കാരിലുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാനത് പറയുന്നു. കാരണം ഈ പത്രങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മളുടെ കുഞ്ഞു പെങ്ങൾമാരും സഹോദരിമാരും അമ്മമാരും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ആശങ്കയോ ജുഗുപ്സകതയോ അല്ലെങ്കിൽ വ്യാകുലതയോ ഇതൊന്നും ഉണ്ടാകുന്നതിനപ്പുറത്ത് അതിലൂടെ അവൻ്റെ കണ്ണുകളിൽ നിന്നും പ്രവഹിക്കുന്നത് വേറൊരു പ്രത്യേക തരത്തിലുള്ള എനർജിയാണ്. ആ എനർജി ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്ക് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ ഒരുപക്ഷെ സദാചാര പോലീസ് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോലീസാണ് സദാചാര പോലീസ്. രണ്ടുപേര് ഒരുമിച്ച് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതര മതത്തിൽപ്പെട്ട രണ്ടുപേർ ഒരുമിച്ച് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക, ഒരാളൊരു വീട്ടിൽ കയറി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുക, മർദ്ദിക്കുക, കൊലപ്പെടുത്തുക, അങ്ങനെയൊക്കെ എത്തിയ സംഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇനി സദാചാര പോലീസിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിക്കൂടാന്നുണ്ടോ? സദാചാര പോലീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ സദാചാര പോലീസിലും ഉള്ള ആളുകൾക്കൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ മാന്യന്മാരായിട്ടുള്ള ആളുകളെ തേജോവധം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് യഥാർത്ഥത്തിൽ ഇത്. അവർ സദാചാര പോലീസിൻ്റെ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. നമ്മളുടെ സൊസൈറ്റിയിൽ വളരെ മാന്യമായി ജീവിക്കുന്ന ആളുകളെ തേജോവധം ചെയ്യാനായിട്ടുള്ള
ആയുധമായിട്ട് ഈ സദാചാര പോലീസിന്റെ കുപ്പായം അവർ വളരെ ഭംഗിയായി ഉപയോഗിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ. സദാചാര പോലീസ് ഒരിക്കലും ഒരു പരിഹാരവുമല്ല. അതിൻ്റെ വളർച്ചയെ ഒരു കാരണവശാലും ആക്സലറേറ്റ് ചെയ്യാനോ അതിനെ പിന്തുണയ്ക്കാനോ യഥാർത്ഥത്തിൽ ഒരു ജനങ്ങളോ ജനപ്രതിനിധികളോ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഷണ്ഡീകരണം പോലുള്ള നിയമങ്ങളെ ഞങ്ങൾ എതിർക്കുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഡൽഹിയിലൊക്കെ ഒരു വർഷം വിലക്കയറ്റത്തിനെതിരെ ഒരു സമരം, അല്ലെങ്കിൽ ട്രെയിൻ ചാർജ് കൂട്ടി, ബസ് ചാർജ് കൂട്ടി, അല്ലെങ്കിൽ ആ രീതിയിലൊരു സമരം, കർഷക തൊഴിലാളി സമരം ഒന്നും നമുക്ക് ഡൽഹിയിൽ മെട്രോ സിറ്റിയിൽ അങ്ങനെ നടത്തും എന്ന് പറയാൻ കഴിയും. അങ്ങനെ എല്ലാ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കുറേ ആളുകളെ തീർച്ചയായിട്ടും നമുക്ക് ഒരു പക്ഷേ അറിയാം, നമുക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് ശതമാനമൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം ആയിരിക്കും ഈ നഗരപ്രദേശങ്ങളൊക്കെ. അപ്പോൾ ജനാധിപത്യ മാർഗത്തിൽ സമരത്തിലേക്കൊക്കെ വരാനും ഒക്കെ തയ്യാറായത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കപ്പെടണം. ആ രീതിയിൽ തന്നെ ഭരണകൂടങ്ങൾ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിലക്കയറ്റം ഇതൊക്കെ നമ്മളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ദൈനംദിന ജീവിതത്തിനപ്പുറത്ത് നമ്മളുടെ മാനം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ മാനം എന്ന് പറഞ്ഞാൽ, അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും അവരുടെ മക്കളും അങ്ങനെ തലമുറകളായി നിന്നു പോകുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നൈരന്തരികതയുടെ ഒക്കെ ഒരു വളരെ അത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഭാരത സ്ത്രീയുടെ മാനം. ആ മാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ട് തന്നെയാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ള സമരത്തിന് നമ്മൾ കാണേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ടിരുന്നത്. നമ്മൾ ഭാരത സ്ത്രീകളെ എങ്ങനെ നമ്മൾ അവരെ ആദരിക്കണം, എങ്ങനെ അവരുമായി പെരുമാറണം, ഇങ്ങനെയുള്ളൊരു പുതിയൊരു സംസ്കാരമാണ് ഇതിൽ നിന്നും ഉണർന്നു വരേണ്ടത്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ സമരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് വേറെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചില്ലെങ്കിലും നമ്മളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ മാനം, ആ മാനം കവരാൻ ശ്രമിക്കുന്നവനെ രാക്ഷസ ഗണത്തിൽപ്പെടുത്തി രാക്ഷസനെ വധിക്കുന്നത് നമ്മളുടെ സംസ്കാരത്തിൽ തെറ്റല്ല. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ട് അവർക്ക് വധശിക്ഷ, അതും നമ്മൾ ഈ ഗീതയിലൊക്കെ പറയുന്നത് പോലെ ധ്രുവാനീതിർമതിർമമ, ഇങ്ങനൊരു സാധനമാണ് ഇപ്പം തന്നെ നമുക്ക് കിട്ടണം. ഇപ്പം തന്നെ നീതി ലഭിക്കണം. അതായത് വൈകി കിട്ടുന്ന നീതിയല്ല. നമ്മൾക്കുള്ള വധശിക്ഷ എന്ന് പറഞ്ഞാൽ ആ വധശിക്ഷ വിധിച്ചാൽ മാത്രം പോലെ എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പാക്കാനായിട്ടുള്ള സമ്പ്രദായം കൂടി ഉടലെടുക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടുന്നത്. നന്ദി.